ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ സർവതല സ്പർശിയായ വികസനവും മുൻനിർത്തി സമഗ്രമായ പദ്ധതികളും പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഇവിടെ നടന്ന 10,000 പങ്കെടുത്ത റാലിയിലും ഈ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ സർക്കാരിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ബൃഹത്തായ അടിസ്ഥാന സൗകര്യ വിപുലീകരണ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് പുതിയ കാലവും പുതിയ ലോകവും ഉറ്റുനോക്കുന്ന വിധത്തിലുള്ള ബദൽ പരിപ്രേക്ഷ്യം ജനപക്ഷ വികസന മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ സജീവമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന ഈ വേളയിൽ ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന നാനാവിധ പദ്ധതികളുടെ വിശദാംശങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് വിവിധ പദ്ധതികളിലൂടെ തയ്യാറാക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും പ്രക്രിയകളുമെല്ലാം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെ വിശദമായ നിലയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള പ്രദർശന വിപണന മേള ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന ഇടത് വികസന കാഴ്ചപ്പാട് സമ്പൂർണമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അതേസമയം നമ്മുടെ ജനജീവിത നിലവാരം നല്ല നിലയിൽ ഉയർത്തുന്നതിനും നാടിൻ്റെ സമ്പദ്ഘടന വിപുലീകരിക്കുന്നതിനും ഉതകുന്ന വിധത്തിലുള്ള ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ചും മുന്നോട്ട് പോകുമ്പോൾ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള ദൗത്യങ്ങളാണ് ഇന്ന് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത്. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 4 ലക്ഷത്തോളം പട്ടയങ്ങളാണ് കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയ്ക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. വർഷങ്ങളായി തങ്ങൾ ജീവിച്ചു പോകുന്ന ഭൂമിയിൽ യാതൊരുവിധ അധികാരവുമില്ലാതിരുന്ന ഹതഭാഗ്യരായി തുടർന്നിരുന്ന 4 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയിൽ അവകാശം സിദ്ധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമായി തന്നെ ഞാൻ കരുതുകയാണ്. തലയ്ക്ക് മുകളിൽ ഒരു കൂര എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് പാർപ്പിട പദ്ധതിയിലൂടെ വീട് എന്ന സങ്കല്പം പൂവണിയുന്നത്. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷവും പിണറായി വിജയൻ നേതൃത്വം നൽകിയ 2 സർക്കാരുകൾ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന മഹനീയമായിട്ടുള്ള ഈ സന്ദർഭവും ആഘോഷിക്കാൻ ഇന്ന് നടക്കുന്ന പ്രദർശന വിപണന മേളയുടെ മുന്നോടിയായി CMSൻ്റെ മുമ്പിൽ നിന്ന് നായ്ക്കനാലിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഘോഷയാത്രയുടെ ഏറ്റവും അവസാന അറ്റം ഇപ്പോഴും തെക്കേ ഗോപുരനടയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പൂരത്തിൻ്റെ ഏറ്റവും വർണ്ണാഭമായ ശബളമായിട്ടുള്ള കുടമാറ്റ ചടങ്ങ് നടക്കുന്ന തെക്കേ ഗോപുരനട
വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ കൊണ്ടും ജനബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായ ഒരു ഘോഷയാത്രയുടെ സാന്നിധ്യത്തിൽ ഇന്നാരംഭിക്കുന്ന ഈ വിപണനമേള നമ്മളെല്ലാവരും ചേർന്ന് ഏതാനും മിനിറ്റുകൾക്കകം മണികണ്ഠനാലിൻ്റെ മുൻവശത്തുള്ള അതിൻ്റെ പ്രധാന കവാടത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഏതാണ്ട് 200ഓളം വരുന്ന വേദികൾ സന്ദർശിച്ച ആ മേളയ്ക്ക് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേളയുടെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന സ്റ്റാളുകൾ, നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് തന്നെ പ്രത്യേകമായി കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ, കമേഴ്സ്യൽ സ്റ്റാളുകൾ എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദർശന വിപണനമേള. സർക്കാരിൻ്റെ 4ാം വാർഷികത്തിനോടനുബന്ധിച്ച് 24 വരെ നീണ്ടു നിൽക്കുന്ന ഈ വിപണനമേളയിൽ ശ്രദ്ധേയമായ 20 വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട്. അതിനു പുറമെ ഇന്നടക്കം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രൊഫഷണൽ ബാൻഡുകൾ, ഗാനമേളകൾ, നാട്ടറിവുകളും നാടൻ പാട്ടുകളും, ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ തൃശ്ശൂരിൻ്റെ ടീമിൻ്റെ പ്രകടനം, ഇങ്ങനെ തുടങ്ങി നമ്മുടെ മത്സരാടിസ്ഥാനത്തിലോ ടിക്കറ്റ് അടിസ്ഥാനത്തിലോ ചെന്നാൽ പോലും കാണാൻ പറ്റാത്ത അനവധികളായിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ചാർട്ട് ചെയ്യപ്പെട്ട അവതരിപ്പിക്കപ്പെടും. ഇതെല്ലാം നമ്മുടെ നാട്ടിലൊരു പുതിയ അനുഭവമായി മാറും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വാർഷികാഘോഷത്തിൽ വന്നു നിൽക്കുമ്പോൾ നാം ഇത്രയേറെ സന്തോഷിക്കുന്നത്? ഒരുപക്ഷേ കേരളത്തിൻ്റെ സമീപ ഭൂതകാല ചരിത്രത്തിൽ ഒന്നും കാണാത്തതുപോലെ നാം ലോകത്തിൻ്റെ മുമ്പിൽ അനവധി കേരള മോഡലുകൾ സ്വന്തമാക്കുകയാണ്. 957 ആദ്യത്തെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് EMSൻ്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം കെട്ടുപാടുകളുടെ നടുവിലായിരുന്നു. അലിഖിതമായിട്ടുള്ള നിയമങ്ങളുടെ വാൾമുനകളുടെ താഴെ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ അനുവാദമില്ലാത്തൊരു കാലത്താണ് 57 കേരളത്തിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടുള്ള കേരള മോഡൽ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഭൂപരിഷ്കരണത്തിലും അവതരിപ്പിച്ചതെങ്കിൽ ആധുനിക കാലത്തൊരു പക്ഷേ ലോകം അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടികളിലൂടെ നിരവധി കേരള മോഡലുകൾ ഉണ്ടാക്കാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 9 വർഷക്കാലം ഈ കേരളത്തിന് സാധ്യമായി എന്ന അനുഭവത്തിൻ്റെ കരുത്തോടെയാണ് നാം ആ ഗവൺമെൻറ്റിനെ 10ാം വർഷത്തിലേക്ക് നയിക്കുന്നത്. 20 വർഷം കഴിഞ്ഞാൽ എങ്ങനെയാകും കേരളം എന്നിപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഈ കേരളം എല്ലാവിധത്തിലുള്ള വിനയത്തോടെയും എന്നാൽ ഒന്നിൻ്റെ മുമ്പിലും ശിരസ്സു കുനിക്കാത്ത കരുത്തോടെയും അവതരിപ്പിക്കാൻ പോകുന്നതിൻ്റെ നേർസാക്ഷ്യമാണ് 24 വരെ ഈ മൈതാനത്തൊരുക്കിയിട്ടുള്ള പ്രദർശന മേളകളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ആ പ്രദർശന മേളകളിൽ എല്ലാവരും എത്തിച്ചേരണം എന്ന് സവിനയം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാളിയെ മനുഷ്യനാക്കുകയും ആ മനുഷ്യനെ നവകേരളത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളിൽ ഒത്തുചേർന്ന എല്ലാവരെയും സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഔപചാരികമായി ഈ ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിൻ്റെ മുൻഭാഗത്തേക്ക് ഉള്ള കവാടത്തിലെത്തി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.